നമസ്കാരം. മക്കൾക്ക് നീതി കിട്ടാൻ പതിറ്റാണ്ടുകളോളം പോരാട്ടം നടത്തിയ അമ്മമാരുടെ കഥകൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. ഒരു പാവം ആദിവാസി യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊന്നതാണ് അതിലൊരു സംഭവം. അട്ടപ്പാടിയിലെ മധുവിൻ്റെ ഘാതകർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അമ്മ മല്ലി നടത്തിയത് ഒരു നിയമ പോരാട്ടമായിരുന്നു. അട്ടപ്പാടിയിലെ ചിണ്ടക്കിയൂരിൽ നിന്നും വഴിച്ചെലവിന് പോലും കാശില്ലാതെ ഇരുന്ന് വാങ്ങി അവർ സെക്രട്ടേറിയറ്റിലേക്കും പോലീസ് മന്ദിരങ്ങളിലേക്കും ഹൈക്കോടതിയിലേക്കും നിരന്തരം യാത്ര ചെയ്തു. ആ കേസ് നടത്തിയ പ്രോസിക്യൂട്ടർക്ക് ഫീസ് പോലും കൊടുക്കാതെ സർക്കാർ ഉഡായിപ്പ് കാണിച്ചതും നമ്മൾ കണ്ടതാണ്. കേസിൽ നിന്നും പിന്മാറാൻ പോലും ഭീഷണിപ്പെടുത്തിയിട്ടും അവർ മാറിയില്ല. അതോടെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിച്ചു. രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തടവിലാക്കിയ പേരറിവാളൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അമ്മ അർപ്പുതം ചെലവഴിച്ചത് നീണ്ട 32 വർഷങ്ങളാണ്. 19-ാം വയസ്സിൽ അറസ്റ്റിലായ മകനെ അവർക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അവൻ 51 വയസ്സുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മക്കൾക്ക് നീതി കിട്ടാനായി അമ്മമാർ താണ്ടിയ നിയമത്തിൻ്റെ വഴികളാണതെല്ലാം. എന്നാൽ ഭരണത്തിൻ്റെ പരിരക്ഷയും പാർട്ടിയുടെ പിന്തുണയും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഹുങ്കും കൊണ്ട് പ്രതിഭ MLA നടത്തിയത് പോരാട്ടമൊന്നുമായിരുന്നില്ല. മനുഷ്യരെ ആസാക്കുന്ന ആട്ടങ്ങളായിരുന്നു അവർ നടത്തിയത്. അവരുടെ മകൻ ഉൾപ്പെടെയുള്ള ഡിങ്കിരിവാലന്മാരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും സംഘം ചേർന്ന് ഉപയോഗിച്ചതിനുമാണ്. മൊത്തം പ്രതികൾ 9 പേരായിരുന്നു. സംഘത്തിൽ പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ടതോടെ എന്തെല്ലാം ഒത്തുകളികളായിരുന്നു പിന്നെ നടന്നത്. കേസ് അന്വേഷിച്ച ഉന്നത ഉദ്യോഗസ്ഥനെ പോലും മാറ്റിയതുൾപ്പെടെ എന്തെല്ലാം തരികിടകൾ. എൻ്റെ മകൻ ആരോമലാണെന്നും പറഞ്ഞ് മാധ്യമങ്ങളെ തിരഞ്ഞു പിടിച്ച് പ്രതിഭ ചീത്ത വിളിച്ചു. എന്നെ അവർ വേട്ടയാടുന്നു എന്നായി. പിള്ളേരായാൽ പുകവലിക്കുമെന്നും ഞാനും MD വാസുദേവൻ നായരുമൊക്കെ ഓരോ കെട്ട് ബീഡി വലിക്കുമെന്നുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. MDയുമായി താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരാൾ. എക്സൈസ് കേസിൽ പിള്ളേരകത്താകുന്ന എല്ലാ കേസിലും എന്തുകൊണ്ടാണ് സജി ചെറിയാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാതിരുന്നത്? പ്രതിഭയെ സംരക്ഷിക്കാൻ സൈബർ ചാവേറുകളും സാംസ്കാരിക പ്രവർത്തകരും വരെ എക്സൈസിനെതിരെ രംഗത്ത് വന്നു. അതോടെ അവർ സമ്മർദ്ദത്തിലായി. മന്ത്രി MB രാജേഷും കൈവിട്ടതോടെ ഉദ്യോഗസ്ഥരാകെ കുരുക്കിലായി. അതോടെ പിടിച്ചെടുത്ത കഞ്ചാവ് മല്ലിയില ഉണക്കിയതായി. വലിക്കാൻ ഉപയോഗിച്ച തുളയിട്ട ഓമത്തണ്ട് ഓടക്കുഴലായി മാറി. പാർട്ടിയും സർക്കാരുമെല്ലാം തങ്ങൾക്കെതിരെ തിരിഞ്ഞതോടെ എക്സൈസുകാർ പ്രതിഭയുടെ മകനെ ഉൾപ്പെടെ ഒഴിവാക്കി കഴിഞ്ഞ ദിവസം കുറ്റപത്രം നൽകി. തങ്കപ്പെട്ട സ്വഭാവമുള്ള പിള്ളേരെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തിയ ഈ എക്സൈസുകാർ ഇടിവെട്ടുകൊണ്ട് ചാകണം. കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരുത്തനെ വിപ്ലവഗാനങ്ങളുടെ ശുക്ര നക്ഷത്രമാക്കിയ സർക്കാരും പാർട്ടിയും ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. മാസപ്പടിക്ക് GST അടച്ചാൽ നിയമപ്രകാരം പരിരക്ഷ കിട്ടുന്ന കാലത്ത് ഒരു കൊച്ചു പയ്യനെ കേസിൽ നിന്നും ഒഴിവാക്കിയത് വലിയ അത്ഭുതമൊന്നുമല്ല. മനഃപൂർവ്വം പിള്ളേരെ കേസിൽ കൊടുക്കുന്നതാണ് എക്സൈസുകാരുടെ പണിയെങ്കിൽ എത്രയോ നിരപരാധികൾ ഇതിനോടകം അകത്തായിട്ടുണ്ടാകണം. ഈ കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉറച്ച നിലപാടാണ് ആദ്യം മുതലേ സ്വീകരിച്ചത്. പിടിക്കപ്പെട്ടതിലൊരാൾ MLAയുടെ മകനാണെന്നറിഞ്ഞിട്ടും അവർ തൻ്റെടപൂർവ്വം ആദ്യം ഉറച്ചു നിന്നു. ഇതിലാരു പറഞ്ഞതാണ് സത്യം? കൂടുതൽ പ്രതികളെ ഒഴിവാക്കിയത് തന്നെ പ്രതിഭയുടെ മകൻ ഉള്ളതുകൊണ്ട് മാത്രമാണെന്നത് ഉറപ്പാണ്. കേസ് പിടിച്ച ഉദ്യോഗസ്ഥനെ ചൈന ബോർഡറിലേക്കാണ് സ്ഥലം മാറ്റിയത്. മകനെതിരെ കേസ് വന്നപ്പോൾ പ്രതിഭ കാണിച്ച ബഹളവും ഒച്ചപ്പാടും എന്തൊരു അരോചകമായിരുന്നു. എൻ്റെ മോൻ എപ്പോഴും ഒരു ഗാങ്ങിനൊപ്പമായിരിക്കും. അവരവിടെ എന്ത് ചെയ്യുന്നുവെന്ന് ഞാനെങ്ങനെ അറിയാനാണ്? ഇങ്ങനെയൊക്കെയായി ഇവരുടെ പദം പറച്ചിൽ. ഞാൻ എപ്പോഴും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിലും പോരാട്ടത്തിലുമായിരിക്കും. സ്വന്തം മകൻ ഒരു കൂട്ടം ചെറുപ്പക്കാർക്കിടയിൽ എന്ത് ചെയ്യുന്നുവെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത അവൻ്റെ അമ്മയ്ക്കില്ലേ? മകന് പിടിവീണപ്പോൾ എക്സൈസുകാരെയും മാധ്യമങ്ങളെയും അവർക്ക് ശപിക്കാനാണ് തോന്നിയത്. അകത്തുപോയ 2 എണ്ണത്തിൻ്റെ അച്ഛനും അമ്മയും ഒന്നും MLAയോ CPMൻ്റെ ഏതെങ്കിലും ഭാരവാഹികളോ ആയിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു. ആപ്പകളെയും കഞ്ചാവുകളെയും മുദ്രാവാക്യം വിളിച്ചും ഹാരാർപ്പണം നടത്തിയും പാർട്ടി അംഗമാക്കിയ വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന നാടാണിത്. പ്രതിഭ എന്ന അമ്മയുടെ പോരാട്ടം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മക്കളുള്ള എല്ലാ അമ്മമാർക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി.